എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ലീലകളിലെ നളകൂപര മണിഗ്രീവ ശാപമോക്ഷത്തിന് ശേഷം ശ്രീകൃഷ്ണൻ്റെ ലീലകൾ, ശ്രീകൃഷ്ണൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും മാറിയോ, എന്താണ് കാര്യമെന്ന് നമ്മൾ നോക്കുകയാണ് ഈ ഭാഗത്ത്. അപ്പം അറിയാം, അവർ ഗോപന്മാരാണ്, കാലികളെ നോക്കുന്നതാണ് അവരുടെ ജോലി, ഉപജീവന മാർഗം എന്നെല്ലാം അറിയാലോ. അപ്പോൾ പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലും മേയാനുള്ള സ്ഥലവും കുടിക്കാനുള്ള വെള്ളവും സൗകര്യപ്രദമായി ലഭിക്കുന്ന സ്ഥലം നോക്കിയാണ് ഗോപന്മാർ തങ്ങളുടെ താവളങ്ങൾ ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരിടത്തും അവരങ്ങനെ സ്ഥിരമായി താമസിക്കാറ് പതിവുണ്ടായിരുന്നില്ല. ഒരിടത്ത് നിവസിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ മറ്റൊരു സ്ഥലം അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവർക്കൊരു നേതാവുണ്ടാവും, ആ നേതാവിൻ്റെ വരുതി അവർ അനുസരിക്കും. അപ്പോൾ അമ്പാടിയിലെ ഗോപന്മാരുടെ നായകൻ നന്ദഗോപനായിരുന്നു, ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ, വളർത്തച്ഛൻ. അപ്പോൾ കൂടെ ഗോകുലത്തിൽ അമ്പാടിയിൽ പല ആപത്തുകളും സംഭവിച്ചതുകൊണ്ടും മേച്ചിൽ സ്ഥലങ്ങളിൽ കാലികൾക്ക് തിന്നാനുള്ള പുല്ലുകൾ വിരളമായി, അതായത് കുറഞ്ഞു, അങ്ങനെ വന്നതുകൊണ്ടും അതേവരെ ജീവിച്ചു വന്ന അമ്പാടി വെടിഞ്ഞ് മറ്റൊരു വനപ്രദേശത്തേക്ക് പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഗോകുലവാസികളിൽ ഉണ്ടായി. ഒരു ദിവസം നന്ദഗോപൻ്റെ ഒരു ഉറ്റ സ്നേഹിതനും ബന്ധുവുമായ ഉപനന്ദനൻ എന്ന ഗോപൻ വ്രജവാസികൾ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു ഗ്രാമസദസ്സിൽ വെച്ച് പരസ്യമായി പറഞ്ഞു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, നാം ഈ അമ്പാടിയിൽ താമസം തുടങ്ങിയിട്ട് കുറേ കാലമായി. അന്ന് ഇതൊരു നല്ല വനപ്രദേശമായിരുന്നു. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ വനപ്രദേശത്തിന് ഒരു ഗ്രാമത്തിൻ്റെ മുഖച്ഛായ ലഭിച്ചു. വനമെന്ന പേര് മാറി അമ്പാടി എന്ന പേരും സിദ്ധിച്ചു. കാളിന്തി നദി തൊട്ടടുത്ത് കൂടി ഒഴുകുന്നു. എല്ലാം കൊള്ളാം. എന്നാൽ ഈ അമ്പാടി ആപത്തിൻ്റെ ഒരു പേടിവാടിയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ ശ്രീകൃഷ്ണനെ തന്നെ തേടി വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാം പേടിയാണെന്നാണ് പറയുന്നത്. ഈ ഒരു ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് എത്ര വിപത്തുകളെയാണ് നാം നേരിട്ടത്. ഓർത്ത് നോക്കൂ. ശത്രുക്കളുടെ ആഭിചാര പ്രയോഗമോ അസുരന്മാരുടെ മായയോ, എന്താണ് കാരണമെന്നറിഞ്ഞുകൂടാ. 10-15 ദിവസം പോലും പ്രായമില്ലാത്ത പിഞ്ചു പൈതലിന് വിഷം കൊടുക്കാൻ ശ്രമിച്ചു ഒരു രാക്ഷസി വന്നിട്ട്. പക്ഷെ ദൈവം നമുക്ക് അനുകൂലമായിരുന്നതിനാൽ കുഞ്ഞു മരിച്ചില്ലെന്ന് മാത്രം. പിന്നെ ശകടൻ എന്ന ഒരു യാദൂധാനൻ വന്ന് ചാട് തള്ളിയിട്ട്, അതായത് ശകടം തള്ളിയിട്ട് പൈതലിനെ വധിക്കാൻ ഒരുങ്ങി. അപ്പോഴും ദൈവാനുകൂല്യം കൊണ്ട് ആ രാക്ഷസൻ മറഞ്ഞുപോയി, കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെയോ മൂന്നാമതായി തൃണാവർത്തൻ എന്ന ഒരു അസുരൻ കൊടുങ്കാറ്റായി വന്ന് ഉണ്ണിയെയും എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നു. അപ്പോഴും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് കൃഷ്ണൻ അപകടമൊന്നും സംഭവിച്ചില്ല. ഇതാ ഈ അടുത്ത കാലത്തുണ്ടായൊരു സംഭവം കണ്ടില്ലേ. നാം ഇവിടെ വന്ന കാലത്തിന് എത്രയോ ശതവർഷങ്ങൾക്കപ്പുറം മുതൽ നിൽക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ മരുതുമരങ്ങൾ രണ്ടും ഒരു കാരണവും ഇല്ലാതെ മറിഞ്ഞ് താഴെ വീണിരിക്കുന്നു. അതിൻ്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ലക്ഷ്യമാക്കിയാണ് ഏതോ ദുർമാരണക്കാർ ആ മരങ്ങളെ തള്ളി താഴെയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയണം കേട്ടോ. പക്ഷേ കരുണാനിധിയായ ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ അടിക്കടി ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കും, രക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഭോഷത്വമാണ്, മണ്ടത്തരമാണ്. നമ്മൾ സ്വന്തമായിട്ട് രക്ഷിക്കാൻ സന്നദ്ധരാണ്, നമ്മുടെ കടമയും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും കുറച്ച് പടിഞ്ഞാറായി വൃന്ദാവനം എന്ന ഒരു രമണീയ വനപ്രദേശമുണ്ട്. പശുക്കൾക്ക് മേയാനുള്ള പുൽത്തകിടിയും പുല്ലുകളും ഒക്കെ അവിടെ സുലഭമാണ്, ധാരാളം ഉണ്ട്. ആ വനസ്ഥലികയിൽ നിന്നും കുറച്ചകലത്തിൽ ഒരു ഗോപപാടമായി നമുക്ക് വീടുകളൊക്കെ നിർമ്മിച്ച് താമസിക്കാനുള്ള സ്ഥലവും ഉണ്ട്. അതൊക്കെ നമുക്ക് കഴിയുകയും ചെയ്യും. എല്ലാത്തിനും കൂടിയാണ് വൃന്ദാവനം എന്ന പേര്. ഇവിടെ ഒഴുകുന്ന കാളിന്തി തന്നെ അവിടെയും തൊട്ടുരുമി ഒഴുകുന്നുണ്ട്. കാളിന്തിയുടെ മറ്റൊരു ഭാഗമായ യമുനയും തൊട്ടടുത്ത് തന്നെയാണ്. 2 നദികളും വാസ്തവം പറഞ്ഞാൽ ഒന്ന് തന്നെയാണെങ്കിലും കാളിന്തിയാണ് നമ്മുടെ നദീദേവത. ആകപ്പാടെ വളരെ മനോഹരം, ചേതോമോഹനമായ ഒരു സമതല പ്രദേശമാണത്. അതിനും പുറമെ അതിശയനീയമായ വനഭംഗി.
അതിൻ്റെ മഹിമയെ വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞ് എല്ലാവരും കയറി പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ കയറി പറ്റണം. നമ്മളെല്ലാവരും കൂട്ടായി അങ്ങോട്ട് പുറപ്പെടണം. ഈ അമ്പാടി നമുക്കിനി വേണ്ട. അവിടെ ചെന്നാൽ കുടിലുകളൊക്കെ കെട്ടാനും വിഷമമില്ല. അതിന് സാധന സാമഗ്രികളെല്ലാം അവിടെ തന്നെ ധാരാളമായി ലഭിക്കും. പശുക്കൾക്കുള്ള ഗോഷ്ഠങ്ങൾ, അതായത് തൊഴുത്ത്, അവർക്കുള്ള ഭക്ഷണങ്ങൾ എല്ലാം ഇഷ്ടം പോലെ നമുക്കവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇടയന്മാരായ നമുക്ക് സ്ഥിരമായി ഒരിടവും ഇല്ലാത്തതുകൊണ്ട് എവിടെ പോയാലും എന്താണ്, നമ്മുടെ സമ്പത്തായ പശുക്കൾക്ക് പുല്ല് കിട്ടണം, കുടിക്കാൻ നല്ല വെള്ളം കിട്ടണം, നമുക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ സുഖമായി ജീവിക്കണം. അത്രയല്ലേ വേണ്ടൂ. അവയെല്ലാം വൃന്ദാവനം കൊണ്ട് നമുക്ക് സാധിക്കും. പോരെങ്കിൽ മനോഹരമായ ഗോവർദ്ധന പർവ്വതം കൈലാസം പോലെ അതിൻ്റെ പ്രാന്തത്തിൽ പരിലസിക്കുകയാണ്. ആ പുണ്യഗിരി നമുക്കൊരു അനുഗ്രഹമാണ്. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ സ്ത്രീ പുരുഷന്മാരടക്കം നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത്. അതല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ക്ഷമിക്കുക. ഇത്രയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അത് കേട്ടപ്പോൾ അവർക്ക് എന്താ തോന്നിയത്? അവർക്കും അത് ശരിയാണ് എന്ന് തോന്നി. അപ്പോൾ ഉപനന്ദൻ്റെ വാക്കുകൾ കേട്ടതോടുകൂടി ആ ആഗ്രഹത്തിന് ദാർഢ്യം ഭവിച്ചു, ദൃഢത ഭവിച്ചു. അവരെല്ലാവരും അതിനെ പിന്താങ്ങി വൃന്ദാവനത്തിലേക്ക് പോകുവാൻ അവർ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഒരു നല്ല ദിനത്തിൽ, ഒരു സുദിനത്തിൽ നല്ല മുഹൂർത്തമൊക്കെ നോക്കി വ്രജവാസികളെല്ലാവരും കൂടി ഒത്തുചേർന്ന് അവരവർക്കുള്ള വസ്ത്ര, ധനാദി സമസ്ത സാധനങ്ങളും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഗോകുലം വിട്ട് വൃന്ദാവനത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ എന്താ, കാലിക്കൂട്ടങ്ങളെയും കിടാങ്ങളെയും ഒക്കെ തെളിച്ചുകൊണ്ട് വേണം പോവാൻ. ഇപ്പോൾ പ്രായം കുറഞ്ഞ കുട്ടികളും പിന്നെ കൂടിയ ആൾക്കാരും വൃദ്ധന്മാരും അവരവരുടെ സാധനങ്ങളെല്ലാം ശകടങ്ങളിലും മറ്റും ആക്കി യാത്ര തിരിച്ചു. അങ്ങനെ വാളും പരിചയും എല്ലാം കിങ്കരന്മാർ ചാടുകൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ടുണ്ട്. മേളവാദ്യത്തോടെയാണ്. ഗോവൃന്ദങ്ങളെ തെളിച്ചുകൊണ്ട് മുമ്പിൽ നടന്ന ഗോപന്മാരും രക്ഷിതാക്കളായി ഏറ്റവും പിമ്പേ നടന്ന തടിമുഴുപ്പുള്ള ഗോപന്മാരും വഴിനീളെ ഉച്ചത്തിൽ പാടുകയും ഇടയ്ക്കിടയ്ക്ക് ചുവട് വെച്ച് നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ആ വളരെ സന്തോഷകരമായ യാത്രയ്ക്ക് സമാപനമായിട്ട് അവരെവിടെ എത്തിച്ചേർന്നു? വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ഒരു പുതിയ സ്ഥലത്ത് എത്തി. അവിടുത്തെ പ്രത്യേകത എന്താ? വൃന്ദാവനത്തിലെ ആ കൃത്രിമമായ പ്രകൃതി രമണീയത്വമാണ്. അതായത് ഒട്ടും മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതല്ലാതെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മനോഹാരിതയാണ് അവിടെ. അത് ആ കൊച്ചു മനസ്സിനെ, കൃഷ്ണൻ്റെ കൊച്ചു മനസ്സിനെ ഹഠാത് ആകർഷിച്ചു എന്നാണ് പറയണത്. വളരെ അധികം ആകർഷിച്ചു. ആ വനഭൂമിയെ തഴുകി ഒഴുകുന്ന യമുനാ നദിയുടെ തീരത്തിലും മണം പേറുന്ന മനോഹര വർണ്ണ പൂക്കൾ ചൂടി നിൽക്കുന്ന വല്ലികളുടെ ഇടയിലും പൂത്ത് നിൽക്കുന്ന മാമരങ്ങളുടെ ചുവട്ടിലും കണ്ണിന് ആനന്ദം നൽകുന്ന ഗോവർദ്ധനഗിരിയുടെ പരിസരങ്ങളിലും പച്ച നിറം കവർന്ന ഇളം പുല്ലുകളാൽ പരിരമ്യമായി പരിലസിക്കുന്ന സമതല പ്രദേശങ്ങളിലും വാസുദേവാത്മജൻ, അതായത് ശ്രീകൃഷ്ണൻ, ബാലചങ്ങാതികളും ബലരാമനും ഒക്കെ ഒരുമിച്ച് ഓടി നടന്ന് വിഹരിച്ചു ഉല്ലസിച്ചു. അല്ലേ, എന്ത് മനോഹരമായ ചിത്രമാണ് അത് സങ്കല്പിക്കുമ്പോൾ. ചിലപ്പോൾ ഗോപസ്ത്രീകളുടെ വീടുകളിൽ ഓടിക്കയറി പലവിധ വിനോദങ്ങളും കാണിച്ച് അവരെയും ഉണ്ണിക്കണ്ണൻ സന്തോഷിപ്പിച്ചിങ്ങനെ വരികയാണ്. മന്ദസ്മിത ആഭയോടുകൂടി ശോഭയോടുകൂടിയ മാധവ മധുരഭാഷിതം, മാധവൻ്റെ മനോഹരമായ സംസാരം, വർത്തമാനം, അത് കേൾക്കുവാൻ എല്ലാവരുടെയും മനസ്സിൽ വളരെ ക്രമാതീതമായിട്ടുള്ള ആഗ്രഹമാണ്. കൃഷ്ണൻ അങ്ങനെ ശശികല പോലെ, ചന്ദ്രനെ പോലെ നാൾതോറും അവരുടെ മനസ്സിൽ വളർന്നു. ശാരീരികമായിട്ടും ഉണ്ണിക്കണ്ണൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 4.5 വയസ്സൊക്കെ ആയി. സമപ്രായക്കാരായ കുട്ടികൾ കോലുകളും ഏന്തി പശുക്കുട്ടികളെ തെളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ പുൽത്തകിടിയിലൊക്കെ പോകുമ്പോൾ കൃഷ്ണനും രാമനും, അതായത് ബലരാമനും ശ്രീകൃഷ്ണനും അവരെ
അനുഗമിക്കാൻ തുടങ്ങി, കൂടെ പോകാൻ തുടങ്ങി. അത് വംശത്തൊഴിലാണല്ലോ, അതുകൊണ്ട് മാതാപിതാക്കൾ അതിന് വിരോധമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഗോവത്സങ്ങളെ, പശുക്കുട്ടികളെ മേയ്ക്കുന്ന ഗോപാല ബാലകന്മാർക്ക് എല്ലാവർക്കും ഓരോ ഓടക്കുഴലുണ്ട്. പശുക്കിടാങ്ങൾ മേഞ്ഞു നടക്കുമ്പോൾ അവർ കുഴൽ ഊതിക്കൊണ്ട് മരത്തണലിലിരിക്കും. അപ്പോൾ ഉണ്ണിക്കണ്ണന് അത്തരമൊരു കുഴൽ വേണമെന്ന ആഗ്രഹം ജനിച്ചു. അപ്പോൾ അച്ഛനെ ആ വിവരം ഉണ്ണി അറിയിച്ചു. മകൻ്റെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണമെന്ന് കരുതി നന്ദഗോപൻ പ്രത്യേക ഒരു ഓടക്കുഴലൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് വളരെ ശില്പവൈചിത്ര്യത്തോടെ അതിൻ്റെ ഉള്ളിൽ കൊത്തുപണിയൊക്കെ ചെയ്ത ഒരു കുഴലുണ്ടാക്കിച്ചിട്ട് ഉണ്ണിക്ക് സമ്മാനിച്ചു. വിവിധ സ്വരങ്ങൾക്കുള്ള സുഷിരങ്ങളും ഒക്കെ നല്ല മനോഹരമായ ഒരു ഓടക്കുഴലായിരുന്നു അത്. അപ്പം നാദബ്രഹ്മമൂർത്തിയാണല്ലേ ശ്രീകൃഷ്ണൻ. അപ്പോൾ ആ കൊച്ചു യാദവകുമാരനെ ആ വേണുവിൽ കൂടി വീണാ നിനാദ സദൃശമായ മധുര നിസ്വരം പകരാനേ പ്രത്യേക ഒരു ആചാര്യൻ്റെ സഹായമൊന്നും വേണ്ടി വന്നില്ല. ജന്മവാസന കൊണ്ടാണ് ഉണ്ണി തന്നെത്താൻ കുഴലൂതാൻ പഠിച്ചതെന്ന് എല്ലാവരും മാതാപിതാക്കളടക്കം വളരെ അഭിമാനത്തോടു കൂടി അഭിപ്രായപ്പെട്ടു. എല്ലാവരും അത് ശരിവെക്കുകയും ചെയ്തു. ഇപ്പോൾ കൃഷ്ണൻ്റെ വേണുനാദം അതിന് സമമായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ആകർഷണീയമായിരുന്നു. കർണാമൃതമാണ് ചെവികൾക്ക്, ഇതിൽ പരം അമൃതം വേറെ ഇല്ല. സംഗീതാത്മകമായ ബ്രഹ്മാനുഭൂതിയാണ് ശ്രീകൃഷ്ണ മുരളിയിൽ കൂടി ഒഴുകി കൊണ്ടിരുന്നത്. പ്രപഞ്ച ദുഃഖത്തെ വിസ്മരിപ്പിക്കാനുള്ള അദ്ഭുത മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു അതിനെന്നാണ് പറയണത്. അപ്പോൾ വൃന്ദാവനത്തിലെ ഗാനഗന്ധർവനായിരുന്നു ഉണ്ണി. നന്ദകിശോരൻ സർവാന്തര്യാമിയാണ് അല്ലേ വിഷ്ണു. വിഷ്ണുവിൻ്റെ അവതാരമാണ് ആ മുരളീകൃഷ്ണൻ എന്ന് വൃന്ദാവന വ്രജവാസികൾക്ക് ആർക്കും ധരിക്കാനോ വിശ്വസിക്കാനോ കഴിഞ്ഞില്ല. വിശ്വരൂപ ദർശനം ലഭിച്ച യശോദ പോലും പിന്നീട് മായ കൊണ്ട് അത് മറക്കല്ലേ ചെയ്തത്. അവരുടെ ഉണ്ണിക്കണ്ണനാണത്. ഈ വിധം ഇന്ദിരാരമണൻ ഉണ്ണിക്കണ്ണൻ വൃന്ദാവനത്തിൽ വിഹരിക്കുന്ന കാലത്ത് ഒരു ദിവസം മധുരയിലെ വസുദേവ മന്ദിരത്തിൽ, അവിടെ വാസുദേവനുണ്ടല്ലേ, ദേവകിയും കൂടെ പെറ്റമ്മയായ ദേവകി എവിടെയാണ്. അപ്പോൾ പുത്ര ദുഃഖാർത്ഥയായിട്ട് ഭർത്താവിനോട് പറയുകയാണ്, നാഥ നമ്മുടെ കുഞ്ഞിപ്പോൾ എവിടെയാണ്, അമ്പാടിയിൽ തന്നെ ഉണ്ടോ, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വളരെ മോഹമുണ്ട്, ഈ ജന്മം എനിക്കത് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ വസുദേവൻ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്, ദേവകി അങ്ങനെ സങ്കടപ്പെടാതിരിക്കൂ, എല്ലാം വിധിയാണെന്ന് വിചാരിക്കുക. ദുഷ്ടനായ കംസൻ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ആഗ്രഹം എങ്ങനെ സാധിക്കാനാ? അതുകൊണ്ട് ഇങ്ങനെ വിഷമിക്കാതെ അവൻ്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് സുഖമായിട്ട് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. കുട്ടി ജീവിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മുടെ സുഖം. അപ്പം അതുകൊണ്ട് ആ ഒരു സമാധാനത്തിൽ ഇവിടെ ഇരിക്കുക. ഉണ്ണി നമ്മുടെ കൃഷ്ണൻ രാമനുമൊത്ത് സുഖമായിട്ട് എവിടെയായാലും സുഖമായിട്ട് അവിടെ തന്നെ ജീവിക്കട്ടെ. അങ്ങനെ വസുദേവരും തൻ്റെ സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് ദേവകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ വീണ്ടും വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ യശോദ ദിവസവും രാവിലെ മകനെ കുളിപ്പിച്ച് അഞ്ജനം കൊണ്ട് കണ്ണൊക്കെ എഴുതി ഗോപി ചന്ദന കുറികളൊക്കെ തൊടിയിച്ച് ചുരുരി ഇളം കൊണ്ട മുടി ഉണ്ടല്ലോ, നല്ല ചുരുണ്ട മുടി, അതൊക്കെ കോതി കെട്ടി അതിൽ മയിൽപ്പീലി മയൂര പിഞ്ചങ്ങളൊക്കെ വെച്ച് ഒരു കൊച്ചു മഞ്ഞപ്പെട്ടൊക്കെ ചുറ്റി ഉടുപ്പിച്ച് അതിൻ്റെ മീതെ കാഞ്ചിയൊക്കെ കെട്ടി കനക കിങ്ങിണിയൊക്കെ, അങ്ങനെയാണല്ലോ നമ്മൾ കൃഷ്ണനെ സങ്കല്പിക്കുക. വളകളും മാലകളും ഒക്കെ അണിയിച്ച് വെണ്ണയും തൈരൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പൊതിഞ്ഞ് കെട്ടി ഒക്കെയാണ് കുറേ ഉമ്മകളൊക്കെ കൊടുത്ത് കാലിക്കിടാങ്ങളെ മേയ്ക്കാനായിട്ട് മറ്റ് ഗോപബാലന്മാരുടെ കൂടെ ബലരാമൻ്റെ കൂടെ കാനനത്തിന് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നും അതാണ്. കൃഷ്ണൻ ഓടക്കുഴലും കാലിക്കോലും ഒക്കെ എടുത്ത് അവരുടെ കൂടെ യാത്രയാവും. എല്ലാവരും കൂടി വനത്തിലെത്തി ഗോക്കളെയും കിടാങ്ങളെയും മേയാൻ പുൽത്തകിടിയിൽ വിട്ടിട്ട് പ്രായഭേദമനുസരിച്ച് പല വിഭാഗങ്ങളായി തിരിഞ്ഞ് അവർ കളിക്കുകയും പിന്നീട് ഉച്ചയ്ക്ക് പൊതിച്ചോറെടുത്ത് അഴിച്ച് അല്ലെങ്കിൽ ആ ഭക്ഷണം എടുത്ത് അഴിച്ച് പല നേരം പോക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടത് കഴിക്കുകയാണ്. അതൊക്കെയാണ് പതിവ്. പിന്നീടോ വൈകുന്നേരം ആകുമ്പോൾ ഗോവത്സങ്ങളെയൊക്കെ മാടി വിളിച്ച് ആറ്റിലിറക്കി വെള്ളം കുടിപ്പിച്ച് വീണ്ടും
മേയാനൊക്കെ പോയിട്ട് പിന്നീട് വീട്ടിലോട്ട് വരും. അവർ ഈ പശുക്കൾ മേയുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ അവരുടെ കളി തുടരും. അങ്ങനെ കളികളിലെല്ലാം ശ്രീകൃഷ്ണനായിരുന്നു പ്രമാണി. ജ്യേഷ്ഠനായ ബലരാമന് കളിയുടെ കാര്യത്തിലൊക്കെ അനുജൻ്റെ പരിധിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരൂ. അപ്പോൾ വൈകിട്ട് അസ്തമിക്കാറാവുമ്പോൾ കൊണ്ടുപോയ മാടുകളെയും കിടാങ്ങളെയൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മമാരെ ഏൽപ്പിക്കും. കൃഷ്ണനെ യശോദ അപ്പോൾ തന്നെ കുളിപ്പിച്ച് മധുരമായ ആഹാരമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവം ഇങ്ങനെ എല്ലാ ദിവസവും വളരെ സന്തോഷകരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അസുരൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കൃഷ്ണൻ ബലരാമനും കൂട്ടുകാരൊക്കെ ഒരുമിച്ചിട്ടാണല്ലോ വൃന്ദാവനത്തിൽ പശുക്കിടാങ്ങളെ മേച്ച് നടക്കുന്നത്. അപ്പോൾ കംസനാൽ നിയുക്തനായ ഒരു അസുരൻ തന്നെയാണ് അവിടെ വരുന്നത്. പശുക്കുട്ടിയുടെ ആകൃതി ധരിച്ചിട്ടാണ്. ആ കഥ അപ്പം നമുക്ക് ഇത് ഒരുപാട് നീണ്ടുപോകും. ആ കഥയും കൂടെ ഇതിൽ ചേർത്താൽ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് പറയാം. ഗുരുവായൂരപ്പ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.